ഹായ് ഗായസ് കിളിപ്പുറം യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള വാശേറി വോട്ടിംഗ് പ്രകടനമാണ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 7 മത്സരാർത്ഥികളാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് വന്നിരിക്കുന്നത്. ആ 7 പേരിൽ നിന്ന് ഒരു മത്സരാർത്ഥി ചിലപ്പോൾ മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തു പോകുമായിരിക്കും. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ വോട്ട് ആ മത്സരാർത്ഥിക്ക് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ മണിക്കൂറിലെ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് വിവരങ്ങൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ ചാനലും സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് 3 മണിക്കൂർ വോട്ടിംഗ് ലിസ്റ്റിൽ 1-ാം പൊസിഷൻ അനീഷ് തന്നെയാണ് തുടരുന്നത്. ഇതാദ്യമായിട്ടാണ് അനീഷ് 1-ാം പൊസിഷനിൽ വന്നതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് 1-ാം പൊസിഷൻ തുടരുന്നത്. ഇപ്പോൾ 22,145 എന്ന കൂറ്റൻ വോട്ട് നേടിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ അനുമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ 2-ാം പൊസിഷനിൽ അനുമോളാണുള്ളത്. അനുമോൾ ഇപ്പോൾ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് 2-ാം പൊസിഷനിൽ നിൽക്കുന്നത്. അനീഷുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 22,109 വോട്ടാണ് നേടിയിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഈ പൊസിഷൻ അട്ടിമറിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ശേഷി അനുമോളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. 3-ാം പൊസിഷനിൽ ഷാനവാസാണുള്ളത്. ഷാനവാസ് വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടെ ഒരു 3-ാം പൊസിഷൻ കൊണ്ട് തൃപ്തിയടയേണ്ടി വന്നിരിക്കുകയാണ്. 15,233 വോട്ടാണ് നേടിയിരിക്കുന്നത്. 4-ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറയും ഷാനവാസും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വോട്ടിങ്ങിൻ്റെ തുടക്കം മുതലേ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 15,060 വോട്ട് നേടി 4-ാം പൊസിഷനാണ് നൂറ ഉള്ളത്. 5-ാം പൊസിഷനിൽ അക്ബർ കയറി വന്നിരിക്കുകയാണ്. ഏറ്റവും വലിയ അട്ടിമറി നെവിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അക്ബർ 5-ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. 13,233 വോട്ട് നേടിയാണ് അക്ബർ 5-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 6-ാം പൊസിഷനിൽ നെവിനാണുള്ളത്. നെവിൻ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പിന്തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 12,899 വോട്ട് നേടി 6-ാം പൊസിഷനിലേക്ക് വീണുപോയിരിക്കുകയാണ്. 7-ാം പൊസിഷനിൽ ആദില തന്നെയാണ് തുടരുന്നത്. വലിയ കാര്യമായ ഒരു വോട്ടിംഗ് പ്രകടനം ആദിലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിന് മെയിനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് നൂറ ആദില സഖ്യം നേരത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഇപ്പോൾ അവർ വേർപിരിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആദിലയ്ക്ക് വോട്ടിംഗ് കുറയുന്നത്. ഇപ്പോൾ 8,900 വോട്ട് നേടി 7-ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ്.